Good afternoon. Good afternoon, ma'am. Okay. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Sound കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? Good afternoon, ma'am. കേൾക്കാം. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ അച്ഛൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ച നമ്മള് ഫാർമസിയുടെ ഡ്രഗ് ഫോർമുലറി എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, ആര്യ വിജയകുമാർ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം നമ്മൾ പറഞ്ഞത് ഡ്രഗ് ഫോർമുലറി എന്താന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇന്റൻറ്റിംഗ് ഓഫ് ഡ്രഗ്സ് അല്ലെ. ഈ ഡ്രഗ് ഫോർമുലറിയുടെ തന്നെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സിന് അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഡ്രഗ് ഫോർമുലറിയില് മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത് എന്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. ഫ്ലോ ചാർട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസുകൾ പഠിച്ചു. പിന്നെ ഇന്റൻറ്റിംഗ് ഓഫ് ഡ്രഗ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അതായത് മരുന്നുകള് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ഓർഡർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെ. അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഹോസ്പിറ്റലില് കുറഞ്ഞത് 250 മുതൽ 300 മരുന്നുകൾ അടങ്ങുന്ന ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ഫോർമുലറി ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും ഭാഗങ്ങള് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? വായിച്ചു നോക്കിയില്ലേ? അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കുകയാണേ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. അതായത് ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന റെക്കോർഡുകളും രജിസ്റ്ററുകളും എന്തൊക്കെയാണ്. നേരത്തെ നമ്മൾ ഫങ്ഷൻസ് അല്ലെ, നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് പറയുമ്പോൾ അതിനകത്ത് നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ഫാർമസിയിലുള്ള എല്ലാവിധ റെക്കോർഡുകളും ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കമ്മിറ്റിക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെ റെക്കോർഡുകളും എന്തൊക്കെ രജിസ്റ്ററുകളുമാണ് ഒരു ഫാർമസിയിൽ നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. അതായത് ആ ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന വിവിധ മരുന്നുകളുടെ അതിന്റെ സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കണക്ക് പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും, ഫാർമസിക്കകത്ത് ഉണ്ടായിരിക്കും അല്ലെ. സ്റ്റോക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ശരിക്കും കണക്ക് പുസ്തകമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന വിവിധ മരുന്നുകളുടെ അതിന്റെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന കണക്കും കാര്യങ്ങളും അതൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഇന്റന്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ, നമ്മൾ ഈ മരുന്നുകൾക്ക് ഓർഡർ കൊടുക്കുന്നത് അല്ലെ, ഇന്റന്റ് കൊടുക്കുന്നതും അങ്ങനെ ഇന്റന്റ് കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മരുന്നുകളുടെ റിസീപ്റ്റുകള്, കാര്യങ്ങള് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഒരു ഫാർമസിയിൽ സൂക്ഷിക്കും. ഓക്കെ, ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. മൂന്നാമത്തത് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ് അല്ലെ. നമ്മൾ ഈ വരുന്ന മരുന്നുകൾ ഇപ്പൊ പർച്ചേസ് ചെയ്യുന്നതാവട്ടെ, നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാവട്ടെ, എല്ലാ മരുന്നുകളും നമ്മൾ ഇതിന്റെ ക്വാളിറ്റിയും മറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം അല്ലെ, ഇൻസ്പെക്ഷൻ നടത്തണം, പരിശോധന നടത്തണം. സോ ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, മരുന്നുകളുടെ പരിശോധനാ റിപ്പോർട്ടുകൾ, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റും മറ്റും കണ്ടക്ട് ചെയ്തതിന്റെ എല്ലാവിധ റിപ്പോർട്ടുകളും എവിടെ ഉണ്ടാവും? ഫാർമസിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് പിൻ കാർഡ്സ്. ഇതാണ് ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് പിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും ആ ഫാർമസിയിലെ ഏതൊക്കെ മരുന്നുകളാണ്, അത് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അവിടുത്തെ ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ അതിനൊരു ഇൻഡെക്സ് ഉണ്ടാവില്ലേ? ഇല്ലേ, ഒരു ഇൻഡെക്സ് ഉണ്ടാവില്ല. അപ്പൊ ഓരോ കണ്ടന്റുകൾ എഴുതാൻ നമുക്ക് ആ ഇൻഡെക്സ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. എന്നതുപോലെ തന്നെയാണ് ഫാർമസിയുടെ ഇൻഡെക്സ് രജിസ്റ്റർ കേട്ടോ. ആ ഫാർമസിയിലെ ഏതൊക്കെ മരുന്നുകൾ ഉണ്ട്, അത് എവിടെയൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇൻഡെക്സ് രജിസ്റ്റർ ആണ്. പിന്നെ അതുകൂടാതെ ബിൻ കാർഡ് കേട്ടോ. ബിൻ കാർഡിന്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിങ്ങനെ ഓരോ ബിന്നുകളിലും വെക്കുന്ന കാർഡുകളാണ് കേട്ടോ. ഓരോ ബിന്നുകൾ, മരുന്നുകൾ വെക്കുന്ന ബിന്നുണ്ട്. ഓക്കെ,
ആ ബിന്നുകളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാർഡാണ് ബിൻ കാർഡ്. ഈ ബിൻ കാർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാല് ആ ഫാർമസിയിലെ ഓരോ മരുന്നുകളും അവയുടെ സംഭരണം, അതിന്റെ വിതരണം, അങ്ങനെയുള്ള അതിന്റെ സ്റ്റോക്ക് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എന്താ പറയുക ടൂളാണ് എന്ത് ബിൻ കാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ബിൻ കാർഡ്. എന്ത് ബിന്നെന്നോ? ബിന്നെന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പേസ് അല്ലേ? അതായത് നമ്മൾ മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്ന ഓരോ ബിന്നുകൾ ഒരു ഷെൽഫ് പോലെ ഉണ്ടാവില്ല, അതാണ് ബിൻ എന്ന് പറയുന്നത്. അപ്പൊ ബിൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ബിന്നിലും ഒരു ബിൻ കാർഡ് നമ്മൾ സൂക്ഷിക്കും. ബിൻ കാർഡ് എന്താണ് ബിൻ കാർഡിലെ ഉപയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ഓരോ മരുന്നുകളും ഓരോ മരുന്നുകളും അതിന്റെ സംഭരണം, അതിന്റെ വിതരണം, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ക്വാണ്ടിറ്റി അതിന് ഇഷ്യൂ ചെയ്തു, ബാക്കി എത്ര മരുന്നുകൾ ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ ഒരു ബിൻ കാർഡാണ്. ഓക്കെ, അല്ലാണ്ട് ആ ബിന്നിലെ മരുന്നുകൾ പോയി എഴുതി നോക്കേണ്ട ആവശ്യമില്ല, കാർഡിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ബിൻ കാർഡ്. ബിൻ കാർഡിന്റെ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ പിക്ചർ നോക്കിക്കേ, കണ്ടോ? ഇതാണ് ഒരു ബിൻ കാർഡിന്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ബിൽ നമ്പർ, മെറ്റീരിയൽ, കോഡ് നമ്പർ, മാക്സിമം ക്വാണ്ടിറ്റി, ഓർഡറിംഗ് ലെവൽ എത്രയാണ്, മിനിമം ക്വാണ്ടിറ്റി, അതുകൂടാണ്ട് സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോ, കണ്ടോ? ഡേറ്റ് അടക്കം, ആ മരുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരം, പർച്ചേസ് മാത്രമല്ല കേട്ടോ, ഡേറ്റ്, ക്വാണ്ടിറ്റി റിസീവ്ഡ്, എത്ര ക്വാണ്ടിറ്റി, എത്ര അളവിൽ നമ്മൾ ആ മരുന്നുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഇഷ്യൂഡ്, എത്ര മരുന്നുകൾ അതിൽ നിന്നും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പുറത്തേക്ക് നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട്, ബാലൻസ് എത്ര മരുന്നുകളുണ്ട്, അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന റിമാർക്സ്. ഈ ഒരു ബിൽ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മരുന്നുകളുടെ ആ ഒരു ഫ്ലോ, ആ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? സ്റ്റോക്ക് ഒക്കെ തീർന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും മറ്റുമൊക്കെ സാധിക്കും അല്ലെ? ഇതാണ് ഇത് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സ് രജിസ്റ്റർ ആയിട്ട് ബിൻ കാർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെന്താ വരുന്നത്? എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ ആണ് കേട്ടോ. ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റിന്റെ രജിസ്റ്റർ ഉണ്ടായിരിക്കും. പിന്നെ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികൂലമായിട്ടുള്ളത് അല്ലെ? അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മരുന്നുകള് ഏതെങ്കിലും ഇപ്പൊ പേഷ്യൻസിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ? ചില മരുന്നുകൾക്ക് ചില അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ പേഷ്യൻസില് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള മരുന്നുകളുടെ അതിന്റെ അഡ്വേഴ്സ് റിയാക്ഷൻസിനെ സംബന്ധിക്കുന്ന അതൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകൾ ഫാർമസിയിൽ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ഫയൽ ഓഫ് കറസ്പോണ്ടൻസ്, അലർജീസ് പോലെ, അതായത് മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്റ്റുകൾ ഏതെങ്കിലും പേഷ്യൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് മരുന്നാണെന്ന്, ആ മരുന്ന് മൂലം എന്ത് അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് എന്താണ് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, കാര്യം പിന്നീട് ആ മരുന്നുകൾ ഉപയോഗത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് എന്ത് വേണമെങ്കിലും ആവാം. അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് ചിലപ്പോൾ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ചിലപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് എന്താണ്? ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇടപാടുകളാണ്, അതായത് മരുന്നുകളുടെ ഇടപാടുകൾ അല്ലെ? അതായത് സപ്ലയേഴ്സിനും യൂണിറ്റ്സിനും ഇടയിൽ നടത്തുന്ന മരുന്നുകളുടെ ഇടപാടുകളെ സംബന്ധിക്കുന്ന ഫയലുകള്, റെക്കോർഡുകള് ഇവിടെ ഉണ്ടായിരിക്കും. ഫാർമസിയിൽ സൂക്ഷിക്കും. ഇപ്പൊ നമ്മൾ ചിലത് ഓർഡർ കൊടുക്കും. അപ്പൊ ഓർഡർ കൊടുക്കുന്ന സപ്ലൈസിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നതിന്റെ, മരുന്നിന്റെ ഓർഡർ കൊടുക്കുന്നതിന്റെയും നമ്മൾ സ്വീകരിക്കുന്നത് ആ ഒരു കറസ്പോണ്ടൻസ് ഉണ്ട് അല്ലെ? സപ്ലയേഴ്സും ഫാർമസി യൂണിറ്റുകളും തമ്മിലുള്ള മരുന്നുകളുടെ ഇടപാടുകളുടെ ഫയലുകളും മറ്റും ഫാർമസിയിൽ സൂക്ഷിക്കും. ഓക്കെ, പിന്നെന്താണ്? ലെഡ്ജർ അക്കൗണ്ട് ഫോർ ദ റെമിറ്റൻസ് ഓഫ് ദ വൗച്ചേഴ്സ്. റെമിറ്റൻസ് എന്ന് വെച്ചാൽ പണം അയക്കലൊക്കെയാണ് കേട്ടോ. ഇപ്പൊ ഈ മരുന്നുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണം അയക്കലൊക്കെ അല്ലെ? പണം അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകൾ, കണക്കും കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കും. ചില മരുന്നുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അല്ലെ? പുറത്തുനിന്നൊക്കെ കൊണ്ടുവരേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പണം അയക്കുന്നതുമായിട്ട്, റെമിറ്റൻസ് എന്ന് വെച്ചാൽ പണം അയക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോ ഇത്തരം പണം അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളും ഒക്കെ ഫാർമസിയിൽ സൂക്ഷിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മള് ഡിനൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്
നമ്മളിങ്ങനെ എന്താണ് അപലപനം എന്നൊക്കെയാണ് അതിന്റെ മലയാളം അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നോൺ കൺസ്യൂമബിൾസ് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോകുന്ന ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാലോ, നമ്മളിപ്പോ മരുന്നുകൾ പർച്ചേസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി, അതുപോലെ അതിന്റെ ക്വാളിറ്റി, അതിന്റെ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അല്ലെ. ഇനി ഏതെങ്കിലും മരുന്നുകൾ നമുക്ക് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ക്വാളിറ്റി ടെസ്റ്റിങ്ങും മറ്റും നടത്തും. അപ്പൊ ഇങ്ങനെ ക്വാളിറ്റി ടെസ്റ്റും മറ്റും നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മറ്റുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ഏതെങ്കിലും മരുന്നുകൾ എന്താണ് സബ്സ്റ്റാൻഡേർഡ് ആയി പോവുകയാണ്, നിലവാരം കുറഞ്ഞതാണ് എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നോൺ കൺസ്യൂമബിൾ ആണ് എന്ന് വെച്ചാൽ നമുക്കത് ഉപയോഗപ്രദമല്ല, ഉപയോഗശൂന്യമായിട്ടുള്ള മരുന്നുകളായി മാറും അല്ലെ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ആ മരുന്നുകൾ എന്തുകൊണ്ട് അത് ഉപയോഗശൂന്യമായി, അതായത് അതൊരു ഡിസ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് കേട്ടോ. ഡിനൻസിയേഷൻ റെക്കോർഡ് എന്തുകൊണ്ട് ഡിനൻസിയേഷൻ ചെയ്യാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കലാണ് ശരിക്കും. റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാണ് നോൺ കൺസ്യൂമബിൾസ്, നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോകുന്ന മരുന്നുകൾ എന്തുകൊണ്ട് അത് ഉപയോഗശൂന്യമായി, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ്. അപ്പൊ അത്തരത്തിലുള്ള ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസും ഒപ്പം എന്താണ് കൺസ്യൂമബിൾസ്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന മരുന്നുകളുടെ കാര്യങ്ങൾ അവിടെ സൂക്ഷിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡാണ്, അഥവാ ആനുവൽ സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡാണ് കേട്ടോ. അതായത് ഒരു വർഷത്തില് ആ മരുന്നുകളുടെ സ്റ്റോക്കിന്റെ കൺഫർമേഷൻസ്, ആ ഒരു എന്താ പറയാ, ആ ഒരു വർഷത്തില് ആ ഒരു മരുന്നുകൾ, ഫാർമസിയിലെ മരുന്നുകളുടെ സ്റ്റോക്കിനെ പറ്റിയിട്ടും മറ്റും രേഖപ്പെടുത്തുന്ന ഇയർലി അഥവാ ആനുവൽ സ്റ്റോക്ക് കൺഫർമേഷൻ റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണെന്ന് അറിയാലോ, അതായത് ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റാണ് ഹോസ്പിറ്റൽ ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ആന്റിബയോട്ടിക് പോളിസിയാണ്. ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാൽ ഈ ആന്റിബയോട്ടിക്സുകളുടെ ഉപയോഗക്രമവുമായിട്ട് ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന പോളിസികള് അല്ലെങ്കിൽ റെക്കോർഡുകള് അതെവിടെ സൂക്ഷിക്കും, ഫാർമസിക്കകത്ത് സൂക്ഷിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അത്രയാണ് കേട്ടോ. അപ്പൊ ഡിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിനൻസിയേഷൻ റെക്കോർഡ് ഓഫ് നോൺ കൺസ്യൂമബിൾസ്, നമുക്ക് ഉപയോഗശൂന്യമായിട്ട് പോയിട്ടുള്ള മരുന്നുകളുടെ എന്താണ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് കേട്ടോ. ഇപ്പൊ ഉപയോഗശൂന്യമാവാൻ പല കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ. ചിലത് നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് വരുന്ന മരുന്നുകളുടെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ. ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ചില എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ട്, അത് അത്ര ഇഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയിലോ മറ്റെന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. മരുന്ന് നോൺ കൺസ്യൂമബിൾ ആയി പോകും, ഉപയോഗശൂന്യമായിട്ട് പോകും. അപ്പൊ എന്തുകൊണ്ട് അത് നോൺ കൺസ്യൂമബിൾ ആയി, എന്തുകൊണ്ട് നമുക്ക് ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റിയില്ല, അതിന്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫക്റ്റുകൾ എന്താണ്, അപ്പൊ നമുക്കത് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഡിനൻസിയേഷൻ റെക്കോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ആന്റിബയോട്ടിക് പോളിസി കേട്ടോ. ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാല് ആന്റിബയോട്ടിക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പോളിസിയാണ് കേട്ടോ ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. ഇത്രയും റെക്കോർഡുകളും രജിസ്റ്ററുകളുമാണ് എവിടെ സൂക്ഷിക്കുന്നത്, ഫാർമസിയിൽ സൂക്ഷിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. മരുന്നുകളുടെ സ്റ്റോറേജിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായത് പല ടൈപ്പ് മരുന്നുകളുണ്ട്. എല്ലാ മരുന്നുകളും ഒരേ രീതിയിലാണോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ. പല മരുന്നുകളും പല രീതികളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മരുന്നുകളുടെ നേച്ചറിനനുസരിച്ച് നമ്മൾ പല രീതിയിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം, സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെ ടൈപ്പ് മരുന്നുകൾ ഉണ്ട് നോക്കിയേ. ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്, അതുപോലെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ ഉണ്ട്.
അപ്പൊ ഓരോന്നും എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ ഡ്രഗ്സുകളാണ്. ഓക്കെ, ജനറൽ ഡ്രഗുകൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു നോക്കാം. ഡ്രഗ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. അതാണ് ജനറൽ ഡ്രഗ്സ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. അപ്പൊ നമ്മൾ ജനറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് എങ്ങനെ വേണം നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്, എങ്ങനെ വേണം സ്റ്റോർ ചെയ്യാൻ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ ക്യാബിനറ്റിൽ സൂക്ഷിക്കാനായിട്ട്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ഇത്തരം ജനറൽ മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, പിൻ കാർഡ് ഡെപിക്റ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ. നമ്മൾ നേരത്തെ കണ്ടതാണ് പിൻ കാർഡ് അല്ലെ. അപ്പൊ പിൻ കാർഡ് എന്താണ് കാണിക്കുന്നത്, എന്താണ് ഡെപിക്ട് ചെയ്യുന്നത്? ഇത് ഡെപിക്റ്റിംഗ് സ്റ്റോക്ക് പൊസിഷൻ. ആ മരുന്നിന്റെ സ്റ്റോക്ക് ലെവലിന്റെയാണ് എന്ത് കാണിക്കുന്നത്? പിൻ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, പിൻ കാർഡ്. അടുത്തത് എന്താണ്? ഷോർട്ട് എക്സ്പയറി ടു ബി അറേഞ്ച്ഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ലോങ് എക്സ്പയറി അറ്റ് ദ ബാക്ക് കേട്ടോ. അതായത് കുറഞ്ഞ എക്സ്പയറി ഡേറ്റ് ഉള്ളത്, എക്സ്പയറി ഡേറ്റ് പെട്ടെന്ന് എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുന്ന മരുന്നുകളെ എപ്പോഴും നമ്മൾ ഫ്രണ്ടിലായിട്ട് വേണം വെക്കാനായിട്ട്. ഫസ്റ്റ് ഉപയോഗപ്പെടുത്തണം. ഓക്കെ, പെട്ടെന്ന് എക്സ്പയറി ഡേറ്റ് കുറവേ ഉള്ളെങ്കിൽ അത്തരം മരുന്നുകളെ നമ്മൾ ഫ്രണ്ടിലും, ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകളെ പിറകിലായിട്ട് ബാക്കിലായിട്ട് വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെന്താണ്? ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ്. എന്താണ് ഫിഫോ എന്ന് പറഞ്ഞാൽ? ഫുൾ ഫോം എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് കേട്ടോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മേടിച്ച മരുന്നുകൾ ഏതാണോ അത് നമ്മൾ ഫസ്റ്റ് സെൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യം പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഏതാണോ അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെൽ ചെയ്യണം. ഓക്കെ, അതാണ് ഫിഫോ പ്രൊസീജിയർ ടു ബി ഫോളോഡ് കേട്ടോ. ഫിഫോ പ്രൊസീജിയർ വേണം നമ്മുടെ ഫോളോ ചെയ്യാനായിട്ട്. അതുപോലെ the drugs should be used before the date of expiry. പിന്നെ മരുന്നുകളെല്ലാം പരമാവധി എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എന്താണ്? എക്സ്പയറി ഡ്രഗ്സ് ടു ബി ഡിസ്പോസ്ഡ് ആസ് പെർ ദ റൂൾ. അതുപോലെ കാലഹരണപ്പെട്ട മരുന്നുകൾ ഉണ്ടല്ലോ. എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് വേണം അവയെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. തോന്നിയ രീതിയിലെല്ലാം ഡിസ്പോസ് ചെയ്യുന്നതിന് അതിൻ്റെതായ ചില പ്രൊസീജിയറുകൾ, പ്രോട്ടോകോൾസുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള റൂൾസുകൾ പാലിച്ചുകൊണ്ട് വേണം എക്സ്പയറി ഡ്രഗ്സുകളെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജനറൽ ഡ്രഗ്സുകൾ ഇങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. പിൻ കാർഡ് സ്റ്റോക്ക് പൊസിഷനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ഷോർട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ഫ്രണ്ടിലും, ലോങ് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ബാക്കിലായിട്ടും അറേഞ്ച് ചെയ്യാം. ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ഫസ്റ്റ് മേടിച്ച് മരുന്ന് ഏതാണോ അത് ഫസ്റ്റ് നമ്മൾ സെൽ ചെയ്യാം. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിന് മുമ്പായിട്ട് മരുന്നുകൾ പരമാവധി ഉപയോഗിച്ച് തീർക്കുക. പിന്നെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളാണെങ്കിൽ അവയെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചുകൊണ്ട് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയാണ് ജനറൽ ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെ. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ അനസ്തേഷ്യ പർപ്പസ് അല്ലെ, നമ്മുടെ മനസ്സിനെ തളർത്തുന്നത്, നമ്മളെ മരവിപ്പിക്കുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള മരുന്നുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ്, there should be different special organization for narcotic drugs like morphine, കെറ്റഡിൻ, ബാർബിക്യൂറിൻസ്. ആ 3 ഡ്രഗ്സിന്റെ പേരുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളോട് ചോദിക്കാൻ താഴെ തന്നിരിക്കുന്നവയിൽ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പേരുകളൊക്കെ മോർഫിനൊക്കെ നമുക്ക് മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. മോർഫിൻ, അതുപോലെ തന്നെ കെറ്റഡിൻ, ബാർബിക്യൂറിൻസ്, ഇങ്ങനെയൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. വളരെ ലൈസൻസ്ഡ് ആയിട്ട് മാത്രമേ അത് കയ്യിൽ വെക്കാനായിട്ട് പാടുള്ളൂ. ലൈസൻസ്ഡ് ഫാർമസിസ്റ്റിന് മാത്രമേ അത് കൊടുക്കാനുള്ള അധികാരമുള്ളൂ കേട്ടോ. ഈ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും, അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് മരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ നമ്മൾ പ്രത്യേക ക്യാബിനറ്റിലായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. മറ്റുള്ള മരുന്നുകളായിട്ട് മിക്സ് ചെയ്തോ അങ്ങനെയൊന്നും ചെയ്യരുത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്, വളരെയധികം കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഒരു സ്പെഷ്യൽ ക്യാബിനറ്റുകളില് പ്രത്യേകം ഓർഗനൈസ് ചെയ്ത് വേണം സ്റ്റോർ ചെയ്യുന്നതായിട്ട്. രണ്ടാമത്തെ പോയിന്റ്, പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. പ്രിസൈസ് റെക്കോർഡിംഗ്, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ എന്ത് ചെയ്തിരിക്കണം?
മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കാര്യം ഇത് മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ അവിടെ ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ അടുത്ത എന്താണ്, ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അപ്പൊ ലോക്ക് ചെയ്ത് വെച്ച് വേണം ഇത്തരം മരുന്നുകളെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ, സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെച്ച് വേണം ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകളെ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ അല്ലെ, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള, പെട്ടെന്ന് റിയാക്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ചില മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത്, ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡിൽ തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ് അല്ലെ. സ്പിരിറ്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മള് അത്തരം മെഡിക്കൽ സ്പിരിറ്റുകള് അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസസ്, കെമിക്കൽസ് ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തീ പിടിക്കാനും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പ്രത്യേകം ക്യാബിനറ്റിലായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കണം എന്നാണ് പറയുന്നത്. ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ്, പ്രത്യേകം തന്നെ ക്യാബിനറ്റുകളിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ സഫീഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ഇത്തരം ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ സൂക്ഷിക്കുന്ന അത്തരം റൂമുകളില് അല്ലെങ്കിൽ അവിടെ സഫീഷ്യന്റ് വെന്റിലേഷൻ, ആവശ്യത്തിന് വായു പ്രവാഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ, അഗ്നിശമന ക്രമീകരണ സംവിധാനങ്ങളും അത്തരം മരുന്നുകളുടെ റൂമുകളിൽ ഉണ്ടായിരിക്കണം. പെട്ടെന്ന് എങ്ങാനും തീ പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് അടയ്ക്കുന്ന വേണ്ടിയിട്ടൊക്കെയാണ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്ഹോസ്റ്റ് ഫാൻസ് ഫോർ എയർ ടു പാസ് ത്രൂ. എക്സ്ഹോസ്റ്റീവ് ഫാനുകൾ വെക്കുക എന്ന് വെച്ചാൽ ഈ വായുവിനെ പുറത്തേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിൽ കുറച്ചധികം പോയിന്റുകൾ ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. ഏതൊക്കെയാണ്? ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, liver extracts should be in stored cold room between 15 degree centigrade എന്നാണ് കേട്ടോ. പെർസെന്റേജിന്റെ സിമ്പൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, തെറ്റാണ്. 15 degree centigrade to 20 degree centigrade. ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്കുകൾ. ആ മരുന്നുകളുടെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ എടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. ഏതൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, അതുപോലെ വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്, ഇങ്ങനെയുള്ള മെഡിസിൻസുകള് നമ്മൾ കോൾഡ് സ്റ്റോറേജ് ആയിട്ടാണ് സൂക്ഷിക്കേണ്ടത്. എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ആണ് നോക്കിയേ? 15 degree centigrade to 20 degree centigrade. വെറും 15 തൊട്ട് 20 degree centigrade മാത്രമേ അത് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ബാക്കി തണുപ്പാണല്ലോ. ഓക്കെ, അപ്പൊ ഏതൊക്കെ മരുന്നുകളാണ്? ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്. എത്രയാണ്? ഏതാണ് ടെമ്പറേച്ചർ റേഞ്ച് പറഞ്ഞത്? 15 degree centigrade to 20 degree centigrade. ചുരുക്കി പറഞ്ഞ് കോൾഡ് സ്റ്റോറേജ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന മരുന്നുകളാണ്. അടുത്തത്, the room should be air conditioned with temperature control facility. അത് മാത്രമല്ല, ആ ഒരു കോൾഡ് സ്റ്റോറേജ് റൂം എന്ന് പറയുമ്പോൾ അവിടെ AC ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, അതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, AC ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് അറ്റ് 2 to 8 degree centigrade in deep freezers or walk-in cooler. 2 to 8 degree centigrade എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഏതൊക്കെ മരുന്നുകളാണെന്ന് നോക്കി വെക്കാം. വാക്സിനുകള്, സെറം, അതുപോലെ തന്നെ ഹോർമോണുകൾ. അതൊക്കെ പറഞ്ഞ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ, ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ടെമ്പറേച്ചർ റേഞ്ച് നോക്കിയേ, 2 to 8 degree centigrade വേണം. ഡീപ്പ് ഫ്രീസ് ചെയ്തോ, കൂളറില്, walk-in cooler അല്ലെ, അങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട മരുന്നുകളാണ് വാക്സിനുകള്, സെറം, അതുപോലെ തന്നെ ഹോർമോണുകൾ കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. അതുപോലെ കോൾഡ് സ്റ്റോറേജ് റൂം ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്തിരിക്കണം. അത് ഇങ്ങനെ ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ആ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ ഓൾവേസ് അവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കണം. കാര്യം ആ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ മാത്രമേ ആ മരുന്നുകൾ അത്രയും സെക്യൂർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ എങ്ങനെയാണ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ എങ്ങനെയാണ്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുടെ സ്റ്റോറേജ് നമ്മൾ കണ്ടു. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ?
ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങള് ഒരു 2 minutes എടുത്തൊന്ന് വായിക്കൂ കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കട്ടെ. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് കേട്ടോ. അതായത് നമ്മൾ ഒരു ഡോക്ടർ പേഷ്യന്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തൊട്ട് ആ ഒരു മരുന്ന് ഒരു ഇൻപേഷ്യന്റിലോട്ട് എത്തുന്നത് വരെയുള്ള ഒരു പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുള്ളൂ, അറിഞ്ഞിരുന്നാൽ മതി. മെഡിക്കേഷൻ പ്രൊസീജിയർ മനസ്സിലായോ? ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് ആ ഒരു മരുന്ന് ഒരു രോഗിയിലെത്തുന്നത് വരെയുള്ള ആ ഒരു മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ വാർഡ്. ഒന്നാമത്തെ എന്താണ്? ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. പിന്നെയോ the nurses transcribe the prescription by electronic machines onto the HAS. എന്താണ് HAS എന്ന് പറഞ്ഞാല്? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് കേട്ടോ. HAS എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ എന്താണ്? ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു അല്ലെ. നഴ്സസ് എന്ത് ചെയ്യാണ്? ആ പ്രിസ്ക്രിപ്ഷനെ ട്രാൻസ്ക്രൈബ് ചെയ്യാണ് അല്ലെ, പകർത്തി എന്തിലോട്ടാക്കാണ്? ഇലക്ട്രോണിക് രൂപത്തിലാക്കാണ് അല്ലെ. ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു HAS. കാരണം HAS എന്ന് പറയുമ്പോൾ ഒരു എന്താണ്? സോഫ്റ്റ്വെയർ സംവിധാനമാണ് അല്ലെ. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ഇലക്ട്രോണിക് മെഷീനിലേക്ക്, അതായത് നമ്മുടെ ഈ പറയുന്ന ഫാർമസിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. മരുന്നുകളുടെ പേരുകളും മറ്റുമൊക്കെ എൻറ്റർ ചെയ്യാനും എല്ലാം എന്താണ് പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റാനായിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസിനെ നഴ്സസ് എന്ത് ചെയ്തു? അത് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ HASലോട്ട് എൻറ്റർ ചെയ്യാണ് കേട്ടോ. ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HAS അതെ, കമ്പ്യൂട്ടറിലേക്ക് എൻറ്റർ ചെയ്യുന്നു. ഇത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്. എല്ലാം എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആയതുകൊണ്ട് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ. കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ നേരെ ഇത് പോകുന്നത് എവിടേക്കായിരിക്കും? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെ എന്താണ് നടക്കുന്നത്? അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ബൈ യൂസിങ് ഇലക്ട്രോണിക് മെഷീൻസ് nurses electronic request for the medicine onto a printed medication order sheet. എന്താണ് പറയുന്നത്? ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷീൻസിന്റെ സഹായത്തോടുകൂടി ഈ നഴ്സസിന്റെ ഇലക്ട്രോണിക് റിക്വസ്റ്റ് ഉണ്ടല്ലോ, നഴ്സസ് ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുത്ത ആ ഒരു മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വസിഷൻ, അത് പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇപ്പൊ സിസ്റ്റത്തിൽ കിടപ്പുണ്ട്, അതിനെ എന്താക്കി മാറ്റുന്നു? പ്രിന്റഡ് ഓർഡർ ഷീറ്റ് ആയിട്ട് മാറ്റുന്നു കേട്ടോ. അതിനെ പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റുകയാണ്. അതിന് പ്രിന്റഡ് ഓർഡർ ഷീറ്റ് എടുക്കുകയാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിസിൻസ് എന്നാണ് കേട്ടോ. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിസിൻസ് ഫ്രം ദ ഷെൽഫ്സ്. അങ്ങനെ വായിക്കാം കേട്ടോ. ഒബ്റ്റെയിൻ മെഡിസിൻസ് ഫ്രം ദ ഷെൽഫ്സ് ടു ദ ഡിസ്പെൻസിംഗ് ടേബിൾ ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ്. ഡിസ്പെൻസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടുത്തെ ഫാർമസിസ്റ്റുകളാണ് അല്ലെ. അപ്പൊ ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും? ഈ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് പ്രകാരം മരുന്നുകൾ ഷെൽഫുകളിൽ നിന്ന് എടുക്കും അല്ലെ, എന്നിട്ട് ഡിസ്പെൻസിംഗ് ടേബിളിൽ കൊണ്ട് വെക്കും. അതിനുശേഷം then the medicines should be kept in a small medication cart along with the printed medication order sheet. Then the medicines should be kept in a small medication cart along with the printed medication order sheet. അപ്പൊ ഈ മെഡിസിൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു മെഡിക്കേഷൻ കാർട്ടിലാക്കി വെക്കുകയാണ് അല്ലെ. കാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ നമ്മൾ ഈ മെഡിസിൻസ് വെക്കുന്ന ചെറിയൊരു ബോക്സ് ഉണ്ട്. അപ്പൊ ആ ഒരു മെഡിക്കേഷൻ കാർട്ടിലോട്ട് നമ്മൾ ഈ മെഡിസിൻസുകളെല്ലാം തന്നെ വെക്കുന്നു. along with the
പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ അല്ലെ, കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ ഓർഡറും അതോടൊപ്പം തന്നെ നമ്മൾ ആ കാർഡിന്റെ കൂടെ വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റുകൾ വരുന്നു, ഈ മെഡിസിൻസ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും അല്ലെ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറുമായിട്ട് ഈ എടുത്ത മരുന്നുകൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. അത് പ്രകാരമുള്ള മരുന്നുകൾ തന്നെയാണോ എടുത്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഫാർമസിസ്റ്റുകൾ ആ മെഡിക്കേഷൻസ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അടുത്തതോ, ആഫ്റ്റർ വെരിഫൈങ് പ്രോപ്പർ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ് pack all the medications into a bag and sticks to the medication order along with it. അങ്ങനെ പ്രോപ്പർ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ, ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പെൻസിങ് ഫാർമസി എയ്ഡ്, അതായത് ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യും, ഈ മെഡിക്കേഷൻസിനെല്ലാം തന്നെ ഒരു ബാഗിലാക്കും അല്ലെ, ഒരു ബാഗിലാക്കുന്നു. അത് പേഷ്യന്റ് വൈസ് ഓരോ പേഷ്യൻസിനുമായിട്ടുള്ള മരുന്നുകൾ ഓരോ ബാഗിലാക്കുകയും ആൻഡ് സ്റ്റിക്സ് ടു ദ മെഡിക്കേഷൻ ഓർഡർ അലോങ് വിത്ത് ഇറ്റ് അല്ലെ, ആ ബാഗിനോടൊപ്പം മെഡിക്കേഷൻ ഓർഡറും അതിനോടൊപ്പം തന്നെ വെക്കും. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഫാർമസിയിലൊക്കെ പോയിട്ട് മരുന്നുകൾ മേടിക്കുന്നതാണ് അല്ലെ. അതിനുശേഷം ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി, ആവശ്യമെങ്കിൽ ലാബലിംഗും നമ്മൾ ചെയ്ത് വെക്കും. ചിലപ്പോൾ ആ ബാഗിന്റെ പുറത്ത് ലാബൽ ചെയ്ത് വെക്കും, ഇന്ന വാർഡിന്റെ എത്രാം നമ്പർ റൂമില് അല്ലെങ്കിൽ ഇന്ന റൂമിലുള്ള പേഷ്യന്റിന്റെ പേരടക്കം ലേബൽ ചെയ്ത് വെക്കും അല്ലെ, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്തു, സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻ പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർ. അതിനുശേഷം ഈ മെഡിക്കേഷൻ ബാഗുകൾ എവിടേക്ക് എത്താണ്, അതത് ഫ്ലോറുകളില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസിന്റെ കൈകളിലേക്ക് പേഷ്യന്റ് വൈസ് ആയിട്ട് ഈ പറയുന്ന മെഡിക്കേഷൻസ് എത്തിക്കുകയാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്, സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് ടു ദ നഴ്സസ് അക്കൗണ്ടബിൾ ഇൻ ദ ഫ്ലോർസ് കേട്ടോ. അതത് ഫ്ലോറുകളില് എന്താണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സുകളുടെ കൈകളിലേക്ക് ഈ മെഡിക്കേഷൻസ് എത്തിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്താണ്, the nurses receive the medicine from pharmacy aid. ആരുടെയാണ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, give the medication to the patients കേട്ടോ. ഈ പോയിന്റ് വിട്ടുപോയി എന്ന് ശ്രദ്ധിക്കാം. The nurses receive the medicine from the pharmacy aid and check the quantity according to the requirement കേട്ടോ. അതിനുശേഷം നഴ്സസ് എന്ത് ചെയ്യാണ്, ഈ ഫാർമസി എയ്ഡിൽ നിന്നും ഫാർമസി എയ്ഡിൽ നിന്നും ഈ പറയുന്ന മെഡിസിൻസിനെ റിസീവ് ചെയ്യാണ്. നഴ്സസ് ആ മെഡിസിൻസിനെ റിസീവ് ചെയ്യുകയും ആൻഡ് ചെക്ക് ദ ക്വാണ്ടിറ്റി അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്, അതായത് ആ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുണ്ട് ആ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് അവർ എന്ത് ചെയ്ത് നോക്കുന്നു, ചെക്ക് ചെയ്ത് നോക്കുന്നു അല്ലെ. അവർ കൊടുത്ത റിക്വസിഷന് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെയാണോ മരുന്നുകൾ വന്നിട്ടുള്ളതെന്ന് അവര് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് വരുന്നത് ഗീവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. അതനുസരിച്ച് കൃത്യമായിട്ട് ആ മരുന്നുകൾ ആർക്ക് കൊടുക്കുകയാണ്, പേഷ്യൻസിലൂടെ എത്തിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയുമാണ് അതിനകത്ത് വരുന്ന സ്റ്റെപ്പുകൾ കേട്ടോ. ഇനി നോക്കുക, ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ ദ പേഷ്യന്റ് ഇൻ HIS. നമ്മൾ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള മരുന്നിന് റിക്വസിഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ HIS-ലോട്ട് ഈ പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ എൻട്രി ചെയ്യും അല്ലെ. എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം? ഒന്ന്, പേഷ്യന്റിന്റെ ID നമ്പർ അല്ലെ, പേഷ്യന്റിന്റെ ഐഡന്റിറ്റി നമ്പർ ചെക്ക് ചെയ്യണം. പിന്നെ വരുന്നത് പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, എത്രാം നമ്പർ, ഏത് ബെഡിലെ പേഷ്യന്റ് ആണ്, ബെഡ് നമ്പർ കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ പേഷ്യന്റിന്റെ നെയിം, പേഷ്യന്റിന്റെ പേര്, അതുപോലെ തന്നെ ഡോസ് ആൻഡ് ഡോസേജ് ഫോം റിട്ടേൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷനിലെ ഡോക്ടർ എഴുതിയിട്ടുള്ള മരുന്നുകളുടെ ഡോസ്, ആ ഡോസേജ് ഫോമുകൾ, ഡോസും ഡോസേജ് ഫോം, എത്ര ഡോസിലാണ്. ഡോസേജ് ഫോം എന്ന് പറയുന്നത് ടാബ്ലറ്റ് ആണോ, ക്യാപ്സ്യൂൾ ആണോ, അതോ ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. പിന്നെ എന്താണ്, സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ് കേട്ടോ. അതുപോലെ നമ്മൾ റിക്വസിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് മരുന്ന് മുഴുവൻ തീർന്നതിന് ശേഷമല്ല നമ്മൾ റിക്വസിഷൻ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ബെഡ് എന്താണെന്നോ എന്താ ചോദിക്കണേ? ബെഡ് നമ്പർ എന്താണ്? ബെഡിന്റെ നമ്പർ, എത്രാം നമ്പർ ബെഡിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെന്ന്. ദെൻ വരുന്നത് പേഷ്യന്റിന്റെ നെയിം, പേഷ്യന്റിന്റെ പേര്, പിന്നെ ഡോസ് ആൻഡ്
ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നതാണ് കേട്ടോ. ബോൾഡ് ആക്കി കൊടുത്തത് മാത്രം. ഓക്കെ, ദെൻ വരുന്നത് ഡോസ് ആൻഡ് ഡോസേജ് ഫോം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ കേട്ടോ. പ്രിസ്ക്രിപ്ഷനില് കൊടുത്തിട്ടുള്ള ഡോസ്, എത്ര ഡോസിലാണ്, ഡോസേജ് ഫോം ഏതാണ്, അതൊക്കെ കൃത്യം. ഡോസേജ് ഫോം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ടാബ്ലറ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ഫോമിലുള്ള മെഡിസിൻസ് ആണോ, ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ആണോ, അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം. പിന്നെ സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ് കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും പേഷ്യന്റിന്റെ കൈകളിൽ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ക്യാബിനറ്റിൽ അത്യാവശ്യം വേണ്ട മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അല്ലാണ്ട് മുഴുവൻ തീർന്നതിന് ശേഷമല്ല നമ്മൾ മേടിക്കാൻ പോകുന്നത്. അവർക്ക് അത്യാവശ്യമുള്ള മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കൂടുതൽ അഡീഷൻ എന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ, ദാറ്റ് മീൻസ് റിസീവ് ലാസ്റ്റ് ഇന്റന്റ് പേപ്പർ, നമ്മൾ അവസാനം കൊടുക്കുന്ന മരുന്നുകൾക്ക് വേണ്ടിയ റിക്വസിഷന്റെ പേപ്പറുകളും മറ്റും, അതായത് അതിന്റെ റിസീപ്റ്റും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്ത് വെക്കണം, കീപ്പ് ചെയ്ത് വെക്കണം കേട്ടോ, സൂക്ഷിച്ച് വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരു ഡോക്ടർ മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് തൊട്ട് ആ ഒരു ഇൻ പേഷ്യന്റിന്റെ കൈകളിലേക്ക് ആ മരുന്ന് എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടത്. ആദ്യം എന്താ ചെയ്യുന്നത്, ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, നഴ്സ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് HIS എൻ്റർ ചെയ്യുന്നു, അല്ലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ എൻ്റർ ചെയ്യുന്നു. ഇത് നേരെ എങ്ങോട്ടാ പോകുന്നത്, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റില് എന്ത് ചെയ്യും, അവിടുത്തെ ഈ ഒരു ഇലക്ട്രോണിക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ, സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ നമ്മൾ എൻ്റർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ഒരു റിക്വസ്റ്റിനെ പ്രിന്റഡ് ഫോമിലേക്ക്, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റും. അതിനുശേഷം ഡിസ്പെൻസർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകള് ആ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മരുന്നുകൾ ഷെൽഫുകളിൽ നിന്ന് എടുത്ത് കൃത്യമായിട്ട് എവിടെ കൊണ്ടുവയ്ക്കാണ്, ഈ പറയുന്ന ഡിസ്പെൻസിംഗ് ടേബിളിൽ വെക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന എല്ലാ മെഡിസിൻസിനും ആ ഒരു മെഡിക്കേഷൻ കാർട്ടില് അല്ലെങ്കിൽ കാർട്ടിലാക്കി വെക്കുകയും അതിനോടൊപ്പം പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റ് വെക്കുകയാണ്. എന്നിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും, ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മരുന്നുകൾ തന്നെയാണോ എടുത്തിട്ടുള്ളത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ക്രോസ് ചെക്ക് ചെയ്ത് അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞ വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മെഡിക്കേഷനും ഒരു ബാഗിലാക്കുന്നു. എന്നിട്ട് അതിനോടൊപ്പം ഈ മെഡിക്കേഷൻ ഓർഡർ വെക്കുന്നു. പിന്നെ ലേബലിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് വെക്കാം, ഏത് പേഷ്യന്റിനാണ്, പേഷ്യന്റിന്റെ പേര്, അവരുടെ ബെഡ് നമ്പർ, അങ്ങനെയൊക്കെ ഉള്ളത് ലേബൽ ചെയ്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ബാഗ് അല്ലെങ്കിൽ ഈ ഒരു ബാഗ് അതത് ഫ്ലോറുകളിൽ, അതായത് അതത് വാർഡുകളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ കയ്യിലേക്ക് എത്തുകയും നഴ്സ് അതിന് ശേഷം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ റിക്വസ്റ്റ് പ്രകാരമുള്ള എല്ലാ മെഡിസിൻസും പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ടോ, അതിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നഴ്സ് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നഴ്സ് എന്ത് ചെയ്യാണ്, ഈ പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, നമ്മളൊരു പേഷ്യന്റിന് വേണ്ടിയിട്ട് മരുന്നുകൾക്കുള്ള ഓർഡർ കൊടുക്കുന്നതിന് മുൻപായിട്ട് ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പേഷ്യന്റിന്റെ ID നമ്പർ നോക്കണം അല്ലെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യന്റ് മാറിപ്പോകാൻ പാടില്ല അല്ലെ. അപ്പൊ പേഷ്യന്റ് ID നമ്പർ, അവരുടെ ബെഡ് നമ്പർ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പേര്, പിന്നെ ആ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള ഡോസേജ് ഫോമുകൾ എത്രയാണ്, അതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ പേഷ്യന്റിന്റെ ക്യാബിനറ്റില് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വേണ്ട മരുന്നുകൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ഇൻവെന്റ് കൊടുക്കുന്ന ആ റെസിപ്റ്റും കാര്യങ്ങളും, റിക്വസിഷന്റെ എന്താ പറയാ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കും. ഇത്രയുമാണ് അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് എന്താണ് ടിൻഡോ? ടിൻഡോ ക്ലാസ് കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ ടിൻഡോ? അങ്ങനെയാണോ? ഒരു കാര്യം തന്നെ എത്ര പ്രാവശ്യം ഒരു ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പല കാര്യങ്ങൾക്ക് പോയിട്ട് പിന്നീട് വന്നിട്ട് അത് ഒന്നുകൂടെ പറയൂ, രണ്ടാമത് പറയുമെന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ 2-3 പ്രാവശ്യം പറയുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ എത്ര സമയം പോകുന്നുണ്ടെന്ന് അറിയാമോ? ഇത് റെക്കോർഡഡ് ആണ്. ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നവർ ഞങ്ങളെ കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ, ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അല്ലെ. ദയവായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാം. ഇനി കേൾക്കാത്തവർ റെക്കോർഡഡ് ക്ലാസ് കാണുക കേട്ടോ. നമ്മളൊരു കാര്യം ഞാൻ 1-2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അത് മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക. എന്നിട്ട് കിട്ടാത്തവർ റെക്കോർഡഡ് ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക.
എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് സമയം തരാം. അപ്പൊ നിങ്ങൾ ചോദിച്ചോ കേട്ടോ. ആ സമയത്ത് ദയവായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. പല ആൾക്കാരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. അത് എന്നിട്ട് ഇടയിൽ വന്നിട്ട് അതൊന്നുകൂടെ പറയൂ, റിപ്പീറ്റ് ചെയ്യൂ, അതൊന്നുകൂടെ പറഞ്ഞു തരൂ, ഇതൊന്നുകൂടെ പറഞ്ഞു തരൂ. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം നമുക്ക് കളയാൻ പറ്റില്ല. നമ്മുടെ പോർഷൻസ് തീരില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അടുത്തതാണ് ഫിനാൻസസ് ആണ് കേട്ടോ. ഫിനാൻസസ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൈമറി സോഴ്സ് ആണ് കേട്ടോ. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ് അല്ലെ. അതെന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല, ഒരു ഫാർമസീനെ ഉദ്ദേശിച്ച് മാത്രമല്ല പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന് ലഭിക്കുന്ന പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ്. ഓക്കെ, ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പേയ്മെന്റ്, അവരിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് ആണ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് ബൈ ഹിംസെൽഫ് ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. ഓക്കെ, പിന്നെ മറ്റൊരെന്ന് വെച്ചാൽ ഈ ചാർജസ് എങ്ങനെയൊക്കെ നമുക്ക് പേയ്മെന്റ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ്, ഒന്നെനിക്ക് നേരിട്ട് കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കാം, ആണല്ലോ, ആ രീതിയിൽ പേഷ്യന്റിന് ചെയ്യാം. അല്ലെങ്കിലോ ഓർ ഫ്രം ദ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് ഏജൻസികൾ അല്ലെ. മിക്കവരും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ അത്തരം ഇൻഷുറൻസ് വഴിയായിട്ടും പേയ്മെന്റ് നടത്താം. ഒന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവരുടെ കൈകളിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പോലുള്ള ഇൻഷുറൻസ് വഴിയായിട്ടും പേയ്മെന്റ് ചെയ്യാം. അതാണ് അവിടെ തേർഡ് പാർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ വരുന്നത് മൂന്നാമത് വരുന്നത് റിസർച്ച് വർക്കാണ്. ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പൊ ചില ഹോസ്പിറ്റലുകളില് ഇപ്പൊ ഒരു ഫാർമസീനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഗവൺമെന്റ് തന്നെ ചിലതിന് ഫണ്ട് ചെയ്യും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കാരണം ഗവേഷണ പ്രവർത്തനങ്ങളുടെ പുതിയ പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തും അല്ലെ. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ചില നല്ല കാര്യങ്ങൾ തന്നെ അത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന് തന്നെ ചിലപ്പോൾ ഫണ്ട് ചെയ്യും. അപ്പൊ അതും ഒരു വരുമാനമാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, റിസർച്ച് വർക്ക്. ദെൻ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്സ് ആണ് കേട്ടോ. ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ്. അതായത് സംഭാവനകളിലൂടെ ലഭിക്കുന്ന ഫണ്ടുകൾ. അതാണ് എന്ത്? എൻഡോമെന്റ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ട്സ് ആർ മെയിൻലി ത്രൂ ഡൊണേഷൻസ് ആണ് കേട്ടോ. ഡൊണേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളെയാണ് എൻഡോമെന്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക. The funds have a specific policies that concerns the investments, withdrawal and the usage of the fund. അപ്പൊ ധാരാളം എൻഡോമെന്റ് ഫണ്ടുകൾ ഡൊണേഷൻസിലൂടെ ഹോസ്പിറ്റലിലേക്ക് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഫണ്ടുകളെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെ ആ ഫണ്ടുകളെ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള എന്തുണ്ട്? പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ട്. അതനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ ആ ഫണ്ടുകളെ വിനിയോഗിക്കാനായിട്ട്. അതാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ. The funds have a specific policies that concerns investments, withdrawal and the usage of the funds. Okay, അതായത് ഒരു ഫണ്ടുകൾ എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൽ നിന്ന് എത്ര ഫണ്ട് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് വിത്ത്ഡ്രോ ചെയ്യാം, പിൻവലിക്കാം, എങ്ങനെയൊക്കെ ആ ഫണ്ടുകൾ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള പോളിസികൾ അവിടെയുണ്ട്. അതിനനുസരിച്ച് കൊണ്ട് വേണം നമ്മളത് ഉപയോഗപ്പെടുത്താനായിട്ട്. ഓക്കെ, അടുത്തത് വരുന്നത് എന്താന്ന് വെച്ചാൽ ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് ദ ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ് കേട്ടോ. ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻസ് ടുവേഴ്സ് ദ ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ എന്താണ് പല വിധത്തിൽപ്പെട്ട എക്സ്പെൻസുകൾക്കും മറ്റുമായിട്ട് കിട്ടുന്ന കോൺട്രിബ്യൂഷൻസുകൾ ഉണ്ടായിരിക്കും അല്ലെ. പലരും ഡൊണേറ്റ് ചെയ്യും, ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താണ്? ഇതൊക്കെ ഫിനാൻഷ്യൽ സോഴ്സസ് ആണ് കേട്ടോ. അതൊക്കെ ഫാർമസിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. പൊതുവെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്? ഇറ്റ് ഈസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ് ആണ് കേട്ടോ. ഒരു പേഷ്യന്റിൽ നിന്നും ലഭിക്കുന്ന ചാർജ് ആണ്.
ഓക്കെ, ഒരു പേഷ്യന്റിന് അതെങ്ങനെയൊക്കെ കൊടുക്കുന്നത് സ്വന്തം ഐദർ ഫുള്ളി പെയ്ഡ് കയ്യിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ത്രൂ ആയിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിസർച്ച് വർക്ക്, ഗവേഷണ പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് ചെയ്യാറുണ്ട്. അതും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതുപോലെ എൻഡോമെന്റ് ഫണ്ട്. എൻഡോമെന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡൊണേഷൻസിലൂടെ ലഭിക്കുന്ന ഫണ്ടിനെയാണ് എൻഡോമെന്റ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു ഹോസ്പിറ്റലിന്റെ പൊതുവായിട്ടുള്ള എന്താ പറയുക എക്സ്പെൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റുകള്, കോൺട്രിബ്യൂഷൻസ്, അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള എന്താണ് സോഴ്സ് ഓഫ് ഫിനാൻസസ് ആണ് കേട്ടോ, വരുമാന മാർഗമാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ് ആണ് കേട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഒരു ഫാർമസി സേവനങ്ങള് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു ഫാർമസി അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രോബ്ലംസുകളാണ്? ഈ പ്രോബ്ലംസ് ഓരോന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തതാണ് പിൽഫറേജ്. എന്താണ് പിൽഫറേജ്? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളവാണ്, മോഷണമാണ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചില മരുന്നുകൾ നമ്മൾ ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ, കാര്യം ഇതെല്ലാം കൈകാര്യം ചെയ്തത് മനുഷ്യനാണ്, അല്ലെ? അപ്പൊ പലപ്പോഴും കളവ് നടക്കാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ എന്താണ് പിൽഫറേജ്? കളവ്. പിന്നെ വരുന്നത് എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകളാണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നീട്, അതായത് ബാൻ ചെയ്തിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ. അതായത് എക്സ്പയറി ഡേറ്റഡ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, റദ്ദാക്കിയിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അതായത് നോ ലോങ്ങർ റെക്കമെൻഡ്, നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യാത്ത ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറവായതുകൊണ്ടാവാം, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങും മറ്റൊക്കെ നടത്തി കഴിയുമ്പോൾ വേണ്ടത്ര ക്വാളിറ്റി റിക്വയർമെന്റ്സ്, അതായത് സ്റ്റാൻഡേർഡുകൾ ഇല്ലാത്ത മരുന്നുകളൊക്കെ ചിലപ്പോൾ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയുള്ള മരുന്നുകൾ, ബാൻ ചെയ്യുന്ന ചില മരുന്നുകൾ ഉണ്ടാവും അല്ലെ, വേണ്ടാന്ന് വെക്കുന്ന മരുന്നുകൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ കേട്ടോ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ക്യാരിയിങ് കോസ്റ്റ് ആണ് കേട്ടോ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. നമ്മൾ ഈ മരുന്നുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ മരുന്നുകൾ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതിനായിട്ടുള്ള ക്യാരിയിങ് കോസ്റ്റ് തരും അല്ലെ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് എന്നും പറയാം കേട്ടോ. അതായത് നമ്മൾ മരുന്നുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കൊണ്ടുവരണം, അവരത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും അല്ലെ. ഓക്കെ, അത് കൂടാതെ നമ്മൾക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യണം അല്ലെ. ഫാർമസിയിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്യാനും കോസ്റ്റ് വേണ്ടി വരും. കുറെ മരുന്നുകൾ വേവിച്ചു കഴിഞ്ഞാലും അതിനെ വളരെ സെക്യൂർഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പല ചെലവുകൾ അവിടെ വേണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ക്യാരിയിങ് കോസ്റ്റ്. പിന്നെ എന്താണ് പറയുന്നത്? ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. അതായത് ഇപ്പൊ ഇൻസെക്റ്റുകള്, റാറ്റ്സുകള്, അതുമൂലമൊക്കെ ചിലപ്പോൾ ചില മരുന്നുകൾ നശിപ്പിക്കപ്പെടാം. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ, സാധ്യതകളാണ് പറയുന്നത്. നല്ല ഫാർമസിയിലൊന്നും അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ എന്താ? ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് അല്ലെ. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ അത്ര നല്ല സൗകര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത്തരം ഫാർമസികളിലൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം അല്ലെ. പിന്നെന്താണ് പറയുന്നത്? എക്സ്പയറി ഡ്രഗ്സ് ആണ് അല്ലെ. കാലഹരണപ്പെട്ട മരുന്നുകള്, എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടുതലായിട്ട് വരികയാണെങ്കിലും ബുദ്ധിമുട്ടുകളാണ് അല്ലെ. പിന്നെന്താണ്? ഷോർട്ടേജ് കോസ്റ്റ് ആണ് കേട്ടോ. ഷോർട്ടേജ് കോസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? ഷോർട്ടേജ്, മരുന്നുകളുടെ ഷോർട്ടേജ് വരികയാണ്. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം ഒരു എമർജൻസി മരുന്നാണ്, അത് ഷോർട്ടേജ് വരികയാണ്, അവിടെ തീർന്നു പോവുകയാണ്. അപ്പൊ തീർന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഡീഷണൽ കോസ്റ്റ് കൊടുത്തിട്ട്, അഡീഷണൽ പൈസ ഇറക്കിയിട്ട് നമുക്ക് ആ മരുന്നുകൾ വരുത്തിക്കേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ആ മരുന്നിന്റെ ഷോർട്ടേജ് മൂലം നമുക്ക് എക്സ്ട്രാ ചെലവ് ഇട്ടിട്ട്, എക്സ്ട്രാ പൈസ മുടക്കിയിട്ട്, നമുക്ക് ചിലപ്പോൾ എമർജൻസി ഡ്രഗ്സ് ആണെങ്കിൽ കൂടുതൽ പൈസ മുടക്കി നമുക്കത് എത്തിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇത് ഷോർട്ടേജ് കോസ്റ്റ് എന്നവിടെ ഉദ്ദേശിക്കുന്നത്. പിൽഫറേജ് എന്ന് പറഞ്ഞാൽ കളവാണ്, മോഷണമാണ്. ഓക്കെ, അതന്നെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ഇത്രയും പ്രശ്നങ്ങളാണ് പൊതുവെ ഒരു ഫാർമസി സേവനങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് പിൽഫറേജ്.
ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, carrying cost, അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, എക്സ്പയറി ഡ്രഗ്സ്, അതുപോലെ ഷോർട്ടേജ് കോസ്റ്റ് കേട്ടോ. ഓക്കെ, ഷോർട്ടേജ് കോസ്റ്റ് മനസ്സിലായോ? ഷോർട്ടേജ് വരുന്നത് മൂലം ചില എമർജൻസി മരുന്നുകളിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ പൈസ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓർഡർ ചെയ്ത് വരുത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ കൂടുതൽ പൈസ അവിടെ മുടക്കണ്ടേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഷോർട്ടേജ് കോസ്റ്റ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് കേട്ടോ. ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ പ്രധാനപ്പെട്ട റോൾസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ? റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ്. ഓക്കെ, ഒരു ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എൻറ്റയർ ഫാർമസിയുടെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻസ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതായത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഡിസിഷൻസിനെ, തീരുമാനങ്ങളെ എന്ത് ചെയ്യുക? ഫുൾഫിൽ ചെയ്യുക അല്ലെ? നമുക്കറിയാം ഒരു ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഈ കമ്മിറ്റിയാണല്ലോ. അപ്പൊ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ഫുൾഫിൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ചീഫ് ഫാർമസിസ്റ്റിനാണ് ഉള്ളത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ഡിസ്പെൻസിംഗ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു ദ സെപ്പറേറ്റ് ഏരിയാസ്. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകളിലേക്കുള്ള മരുന്നുകള്, മറ്റുള്ള ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെ കെമിക്കൽസ്, അതിന്റെയൊക്കെ ഡിസ്പെൻസിങ്, വിതരണം ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ് ടു ദ സെപ്പറേറ്റ് ഏരിയാസ്. ഇതൊരു ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകളിലേക്ക് അല്ലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, അതിന്റെ വിതരണം ഉറപ്പാക്കുക. ഓക്കെ, ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെ വരുന്നത് മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഇതൊക്കെയാണ് മെയിൻ്റനൻസ് ഓഫ് ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതായത് എമർജൻസി മരുന്നുകൾ അല്ലെ, എമർജൻസി മരുന്നുകളുടെയും അതുപോലെ തന്നെ ആന്റിഡോട്ട് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ആന്റിഡോട്ടുകൾ അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് എന്ത് ചെയ്യാം? ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. എമർജൻസി ഡ്രഗ്സ് നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്, ക്യാൻസർ, ഡയാലിസിസ് ഒക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ വേണ്ട മരുന്നുകൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ഡ്രഗ്സ് ആണ്. അതുകൂടാതെ ആന്റിഡോട്ട്, ആന്റിഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മെഡിസിൻസ് തന്നെയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ട്, പോയ്സണസ് ആയിട്ട് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ഇഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആന്റിഡോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പോയ്സണസ് ആയിട്ട്, ടോക്സിക് ആയിട്ട് എന്തെങ്കിലും ചെല്ലുകയാണെങ്കിൽ ആ ഇഫക്റ്റിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ കൊടുക്കുന്ന എന്താണ് പറയുന്നത്? മറുമരുന്ന് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് എന്ത്? ആന്റിഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആന്റിഡോട്ട്. അപ്പൊ ഇത്തരം എമർജൻസി മരുന്നുകളുടെയും ആന്റിഡോട്ട്സുകളുടെയും ശരിയായിട്ടുള്ള സ്റ്റോക്ക് എവിടെ നിലനിർത്താം? ഫാർമസിയില് നിലനിർത്താം. അതൊക്കെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. ഓക്കെ, ഇനി ഇത്രയും മതി. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിങ്ക് ചോദിച്ചത് ലേബലിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലെ? ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബലിംഗ് ഇസ് ആൾസോ ഡൺ ഇൻ നെസസറി. നമ്മൾ മരുന്നുകൾ വെക്കില്ലേ, മരുന്നുകൾ നമ്മൾ സഞ്ചിയിലാക്കി വെക്കില്ലേ? അപ്പൊ നമുക്ക് അതിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കാം. പേഷ്യന്റിന്റെ പേര്, ഓക്കെ, പേഷ്യന്റ് വാർഡ് ഏത്, ബെഡ് നമ്പർ ആണ്, റൂം നമ്പർ ഏതാണ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് അത് തെറ്റുകൂടാതെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ലേബലിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാറ്റുകൾ അല്ലെങ്കിൽ എലികൾ അങ്ങനെയുള്ള കീടങ്ങളൊക്കെ വന്ന് മരുന്നുകൾ നശിപ്പിക്കില്ലേ? അതിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. No, ma'am. Thank you, ma'am.
ശരിയല്ല? ഓക്കെ, താങ്ക് യു. Thank you, ma'am.